എന്തത്? പറയാ മോക്ക് കിട്ടുന്നില്ലേ? ഇങ്ങനെ പോയ ഇയാൾക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തോന്നാ ഉണ്ടാക്കി വെച്ചേക്കണേ? മോളെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നാട്ടുപ്രദേശത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ എന്താ പറയുക ഈ കാപ്പി. മനസ്സിലായോ? മസാല ചായ. നമ്മളവിടെ മസാല ചായ എന്നാ പറയുക. ചായയാണോ കാപ്പിയാണോ? അല്ല, മസാല ചായ. മസാല ചായ. ഓക്കെ. പക്ഷെ ഞാനത് ഒന്ന് വിപുലീകരിച്ചത് കൊളാക്കി അല്ല ഒരു മെച്ചപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ലെയർ കണ്ടോ? അത് ചിക്കൻ മസാല ഇട്ടതാണ്. പിന്നെ അതിൻ്റെ മേലെ ഒരു മസാല ഇട്ടിട്ടുണ്ട്. അത് ബീഫ് മസാല. അതിൻ്റെ മേലെ വരുന്ന ലെയർ കണ്ടോ? അതാണ് ഫിഷ് മസാല, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക സാമ്പാർ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ചായ അതാണ് മസാല ചായ. ഇത് മോള് കുടിച്ചു നോക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇതൊരു വലിയ പാത്രത്തിലാക്കി തരാം, ഇരുന്ന് അങ്ങോട്ട് കുടിക്കും. മസാല ചായ ഉണ്ടാക്കി വെച്ചേക്കണതാ. സുപ്രമോന് കൊടുത്താൽ മതി, അവനൊരു ക്ഷീണമുണ്ട്. ഇതിന്റെ കൂടി ഒരു കുറവുള്ളൂ. ബിരിയാണി മസാല ഇട്ടിട്ടുണ്ടോ? ബിരിയാണി മസാലന്റെ മേലെയാണല്ലോ മോളെ നമ്മൾ ചിക്കൻ മസാല ഇടുക, അതിന് മുകളിലല്ലേ നമ്മൾ ബീഫിന്റെ മസാല ഇടുക. നാളെ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ച മസാലയായിരുന്നു, അതും കൊണ്ട് ഇതിനകത്ത് കുട്ടിയാ. നാളത്തേക്ക് കാപ്പി ബാക്കിന്റെ നമുക്ക് ബിരിയാണി അരി ഇട്ട് കൊടുത്താൽ ബിരിയാണി ആവുമല്ലോ. ഹലോ, ശോഭനല്ലേ? അതെ. ഒരു ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ അയച്ചില്ലായിരുന്നോ? ഓക്കെ. ഇതിലുള്ള ആളുടെ പേര് സുബ്രഹ്മണി. അതെ അതെ അതെ. അപ്പോ നമ്മൾ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലായിട്ട് ആളോട് വന്നോളാൻ പറയൂ. അതിന് മുന്നേ ആയിട്ട് ആളുടെ സർട്ടിഫിക്കറ്റ്സ്, ആളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കാര്യം നമുക്ക് മെയിൽ ചെയ്തേക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ചെയ്യാം. പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ, കാരണം ഒരുപാട് ആപ്ലിക്കൻസ് വരുന്നുണ്ട്. അപ്പോ അയക്കുന്ന നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, മെയിൽ ചെയ്താൽ മതി. ഓക്കെ, എല്ലാം പേടിക്കണ്ട, എത്ര പെട്ടെന്ന് അയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ മസാല ചായ താൻ തന്നെ കുടിച്ചു. സുബുനെ മിക്കവാറും ഒരു ജോലി കിട്ടും. ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ നിന്ന് വിളിച്ചേ. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പാക്കേജാ. ഞാൻ സുബുനോട് പോയി പറഞ്ഞിട്ട് വരാം. ഇത് താൻ തന്നെ ഒരു മുന്തലായിട്ടാക്കി ഇങ്ങോട്ട് കുടിക്ക്. സുബു തീരെ കലാബോധമല്ലാത്ത മനുഷ്യൻ. എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ? ഇപ്പൊ തീരത്തില്ലായിരുന്നോ? ഒരു സർപ്രൈസ് ഉണ്ട്. വീട്ടിൽ നിന്ന് വല്ല സ്വത്തും എല്ലാം തരുന്നുണ്ടോ? അതൊന്നല്ല. അതെ, സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചോ. അതൊന്നല്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ കയ്യില്? സർട്ടിഫിക്കറ്റോ? കല്യാണ സർട്ടിഫിക്കറ്റ്. കല്യാണ സർട്ടിഫിക്കറ്റ് ചുമ്മാ പറഞ്ഞതാ, അതൊന്നല്ല. പിന്നെ 10th-ലെ 12th-ലെ ഡിഗ്രിയുടെ, അതുപോലെ എഡിറ്റിംഗ് പഠിച്ചതിന്റെ, സിനിമാറ്റോഗ്രാഫി. അതെന്താ എഡിറ്റിംഗ് അറിയില്ലേ? എഡിറ്റിംഗ് ഞാൻ കേട്ടോ. എഡിറ്റിംഗ് നമുക്ക് മറ്റേ എഡിറ്റ് ചെയ്യാൻ മറ്റേ. ഞാനേ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സിനെ കണ്ടെത്തുമ്പോ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. കണ്ടില്ലേ? അതുകൊണ്ടെന്താ? സോറി ഫോർ ദിസ് ടൈം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അങ്ങനെ സംഭവം ഉണ്ട്, അത് അറിയോന്നാണ് ഞാനും ചോദിച്ചത്. അല്ല, അത് ഇവനറിയത്തില്ല. അവള് പറഞ്ഞോണ്ടിരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതെനിക്കില്ലായിരുന്നു. അതാണ് അവളും പറഞ്ഞത്. മതി, ഞാൻ പറഞ്ഞേക്ക്. ഞാനുണ്ടല്ലോ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ നമുക്കൊരു വരുമാനം ഇല്ല, അവളെങ്കിലും ജോലിക്ക് പോട്ടോ. നീ അല്ലേ അപ്പോഴത്തേക്ക് പറഞ്ഞത് മറ്റേ പടം ഓണാകുമ്പോഴത്തേക്ക് ഞാൻ റെഡിയാക്കി തരാം. മതി. നീ ഇന്ന് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. നിന്റെ അമ്മ എന്തോ പറഞ്ഞറിഞ്ഞേച്ചു? അതെ, എന്നെ പണിക്കിട്ട് ജീവിക്കുന്ന കാര്യമല്ല ഞാൻ, പിന്നെ ഇയാളെ ജോലിക്കിട്ട് ജീവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ജോലി ഉണ്ടെന്നല്ല കേട്ടോ, തൽക്കാലം ഒന്ന് പിടിച്ചിരിക്കാം. അതെ, അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭാര്യ ഉള്ളത് കാരണം കണ്ടില്ലേ? ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടായിരുന്നു, ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കിയതാ. ഇതേ ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ കയ്യില്? സർട്ടിഫിക്കറ്റ് ഇല്ലേ കയ്യില്? അതെടുത്ത് വെക്കണം, അടുത്ത ആഴ്ച കണ്ട ഇന്റർവ്യൂ. ക്രിയേറ്റീവ് ഡയറക്ടറിന്റെ ഇന്റർവ്യൂ. അടിപൊളി ശമ്പളമൊക്കെ ഉണ്ട്. ഞാൻ ഞെട്ടിയിരിക്കുക. അടുത്ത ആഴ്ച ഇന്റർവ്യൂ. എന്തായാലും ക്രാക്ക് ചെയ്തോളാം കേട്ടോ. ചെയ്താ മതിയായിരുന്നു.
സിനിമയൊക്കെ നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് ആളൊന്ന് ജോലിക്ക് പോവാ, ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ, ബുദ്ധിയൊക്കെ ഒന്ന് പ്രവർത്തിക്കട്ടെ കേട്ടാ. വേർക്കൊന്നുമില്ല. ജോലിക്ക് പോകാൻ പറഞ്ഞാൽ 100 കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെക്കട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലിയുള്ളത് എപ്പോഴും നല്ല തന്നെയാണ്. കാരണം നമ്മുടെ സാമ്പത്തികം ഇച്ചിരി മോശമാണല്ലോ. എന്തോ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കൊടുക്കാനാണ് നീ പറയുന്നത്? ആകെ എൻ്റെ കയ്യിലുള്ള ഒറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. 2ാം ക്ലാസ്സിൽ മറ്റേ ലെമൻ ആൻഡ് റൈസിന് ജയിച്ചതിന് സ്കൂളിൽ നിന്ന് തന്ന സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ക്ലാസ് എന്നും പറഞ്ഞു. അപ്പൊ നീ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല? എന്തോ പഠിച്ചെന്ന്? എവിടെ പഠിച്ചെന്നാ? ഞാനും മുത്തും കൂടെ ആര്യർ ഔട്ട് അല്ലയോ? ആകെ അവിടെ ചെന്ന് കൊടവന്മാർ ഇടിയും കൊണ്ട് ചാടിയത് മാത്രമേ ഉള്ളൂ. അല്ല അപ്പം സർട്ടിഫിക്കറ്റ് ഇല്ല? ഫസ്റ്റ് ഇയർ പോലും പോയില്ല. ഞാനും അവരോട് ആ ഹോസ്റ്റലിൽ മറ്റേ ഇല്ല വീട്ടൊക്കെ സിനിമയ്ക്കകത്ത പോലെ അവിടെ നിന്നേ ഉള്ളു. സർട്ടിഫിക്കറ്റ് നമുക്ക് വേറെ വല്ല രീതിയിലും ഉടായ്പില് നടക്കും. അല്ല നീ എന്തോ ഉദ്ദേശിച്ചേക്കുന്നേ? മറ്റേ കസേരകളിലേക്ക് ജയിക്കുമ്പോ എഴുതി തരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല. എടാ നിനക്ക് ഇപ്പൊ എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറയാം. എന്തോ ചെയ്യും? എടാ ഇത് ആദ്യം ചെയ്ത് തീർക്കണം. ഇതൊന്ന് ഞാൻ തന്നെ ചെയ്യാൻ വേണം. ഇങ്ങോട്ട് ചെയ്യത്തുമില്ല. എടാ അതൊക്കെയാ ദേവസ്ഥിതി. നീ ഇങ്ങോട്ട് വന്നേ. ദേവസ്ഥിരം കണ്ണ് പോയിരിക്കുന്നിടത്ത് പിന്നെ കഴുകാൻ പറയാൻ പറ്റും. എടാ എന്തോ ചെയ്യുന്നേ? അവളെന്റെ പുറം അടക്കോ സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞേ. നിനക്കിപ്പോ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത്? ആ അത് ഒപ്പിക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ വ്യാജൻ നീ കേട്ടിടന്നു. എടാ മറ്റേ കലോത്സവത്തിന് ജയിക്കുമ്പോൾ കിട്ടുന്ന മറ്റേ സർട്ടിഫിക്കറ്റ് അല്ല ഇത്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാ വേണ്ടേ? യൂണിവേഴ്സിറ്റി ആണല്ലോ ഏത് സിറ്റി ആണല്ലോ എല്ലാത്തിനും വ്യാജനുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പക്ഷെ അതിന് കുറച്ച് ചെലവുണ്ടാവും. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. കാര്യമായിട്ട് പറയാം. ആ കാര്യം അല്ലാണ്ട് പിന്നെ എനിക്ക് ഈ സമയത്ത് തമാശ പറയേണ്ട കാര്യമുണ്ടോ? എടാ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാശ് മുടക്കുണ്ട്. കാശ് മുടക്കാൻ നീ തയ്യാറാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നാളിനാട്ടിന് ഒപ്പിച്ച് തന്നിരിക്കും. അവസാനം മറ്റേ പ്രദീപ് രംഗനാഥനെ പൊക്കിയ പോലെ എന്നെ പൊക്കോടെ. ആ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. ഇതാ എത്ര രൂപ? എത്ര സർട്ടിഫിക്കറ്റ് വേണം? ഒരു 50 രൂപ നീ കരുതിക്കും. 3 എണ്ണത്തിന് എങ്ങനെ 50ന്റെ കണക്ക് വരുന്നേ? ഇവിടെ ഒരെണ്ണത്തിന് 20 രൂപയ്ക്ക് പകരം നമ്മളൊരു 15 രൂപ പിടിച്ചാൽ തന്നെ ഒരു 10-45 രൂപ വരാൻ സാധ്യത. 45 ഇപ്പൊ 50 45 എടാ ഞാൻ ഒരു കരുതലിന് വേണ്ടിയിട്ട് 50 എന്ന് പറഞ്ഞത്. ബാക്കി നിന്റെ കമ്മീഷൻ നേരിട്ട് പറഞ്ഞാൽ പോരെ? 1000 തന്നേക്ക്. എനിക്ക് കമ്മീഷൻ വേണ്ട ഒരു പുല്ലും വേണ്ട. നിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ജീവിക്കാം. ഇത് ബോർഡാടുന്നു. എന്ത് അതാ പറഞ്ഞ കാശ് ചെലവ് നീ അത് വഹിക്കാൻ തയ്യാറാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഒപ്പിച്ചുതരാം. എന്റെ ആവശ്യമല്ല നിന്റെ ആവശ്യമാണ്. ഞാൻ പിന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. എവിടെ നടാ കാശ്? എന്റെ ഈ അണ്ടർവെയറും താണ്ടി ഗുരുക്കളുടെ ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടേ അല്ല സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ നോക്കട്ടെ. നീ നോക്ക്. കാശുണ്ടെങ്കിൽ ഞാൻ സാധനം സെറ്റ് ചെയ്ത് തരാം. എടാ ഇതിലും വലിയ കാര്യമൊന്നുമില്ല. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നീ ഇതൊക്കെ എന്ത് ദേവസ്ഥിക്ക് വയ്യാത്തോണ്ട് വല്ലതും തിന്നാനോട് ഉണ്ടാക്കുമോ? അത് ഞാൻ ഉണ്ടാക്കണം. സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കണം. വിശക്കുന്ന നീ ഇപ്പം ആദ്യം സർട്ടിഫിക്കറ്റ് വേണോ ചായ വേണോ? സർട്ടിഫിക്കറ്റ് അതിനുള്ള പണി നോക്കാം. എൻ്റെ അടുത്താണ്. എന്താ സുബ്രഹ്മണ്യ ഒരു പരിങ്ങിക്കളി? ഞാനകത്ത് പോയത് എന്റെ മുറിയുടെ അകത്ത് മറ്റേ താരം നോക്കാൻ വന്നിരിക്കും. എന്റെ മുറിയുടെ അവിടെ അത് ഞാൻ എന്റെ പെണ്ണുപിള്ളയുടെ മുറിയുടെ അടുത്ത് സ്വന്തം റൂമിൽ ഇങ്ങനെ തപ്പി കളിക്കുന്നേ. ഒരാറ്റി പറഞ്ഞ തന്നിട്ടുണ്ടല്ലോ മറ്റേ കണ്ട തല്ലി പൊട്ടിക്കും. തെരണ്ടി വേലാന്ന കൊണ്ട് മറ്റേ മീൻകാർ ഇടിച്ചെന്ന് പറയണോ? എനിക്കിപ്പോ സംശയമുണ്ട് നീ ആളെ വെച്ച് ചെയ്യിച്ചതാണോന്ന്. ഞാൻ ആളെ വിട്ട് ചെയ്യിക്കുമായിരുന്നുണ്ടല്ലോ. കണ്ണല്ല തന്റെ പെട്ടതല പൊട്ടിക്കാൻ നോക്കിയ ഏഷണി വീരൻ ശരിയായി തരുന്നുണ്ട്.
എവിടെയെങ്കിലും എന്തെങ്കിലും ചെന്ന് ആരെടുത്തും ചെന്ന് പറഞ്ഞോണ്ടല്ലോ കണ്ണ് പൊട്ടി അങ്ങനെയാണെന്നുള്ള എല്ലായിടത്തും ഞാൻ പറയും. എവിടെ തിരിഞ്ഞാലും ഈ മാറണമുണ്ടല്ലോ നേർച്ച വെച്ച് എൻ്റെ പുറകെ തള്ളി വിട്ടേക്കുന്നത്.